നാളെ മിക്കവാറും മാനസയുടെ പുക കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡിൽ അതിനെ കാണിക്കുന്ന സാഗറും ആന്റിയമ്മയും മാറി നിന്ന് വഴിയരികിൽ വെച്ച് സംസാരിക്കുകയാണ്. നല്ല സങ്കടത്തോടു കൂടിയാണ് സാഗർ ആന്റിയമ്മയോട് സംസാരിക്കുന്നത്. എന്നാൽ ഈ സമയത്ത് ആന്റിയമ്മ എന്ത് പറയണമെന്ന് അറിയാതെ നല്ല ഗൗരവത്തിൽ ഇങ്ങനെ അയറി പിടിച്ച് നിൽക്കുകയാണ്. തുടർന്ന് സാഗർ പിന്നെ ആന്റിയമ്മയോട്, ഞാൻ ചേച്ചിയമ്മയെ എൻ്റെ അമ്മയുടെ സ്ഥാനത്താണ് കാണുന്നത്, വെറും ഒരു ചേച്ചിയുടെ സ്ഥാനത്തല്ല, എൻ്റെ അമ്മയുടെ സ്ഥാനത്ത്, ഈശ്വരന്റെ സ്ഥാനത്താണ് ഞാൻ ചേച്ചി അമ്മയെ കാണുന്നത്. എന്നിട്ട് ചേച്ചി അമ്മയ്ക്ക് എന്നോട് ഇങ്ങനെ ചെയ്യാൻ എങ്ങനെ തോന്നി എന്ന് ചോദിക്കുകയാണ്. തുടർന്ന് അതിന്റെ കാരണം സാഗർ ആന്റിയമ്മയോട് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് ആന്റിയമ്മ ഒന്നും തന്നെ മിണ്ടുന്നില്ല. തുടർന്ന് സാഗർ വീണ്ടും ആന്റിയമ്മയോട്, എനിക്കറിയാം ചേച്ചി അമ്മയ്ക്ക് മാനസിയെ ഇഷ്ടമാണ്, പണ്ടും മാനസിക്ക് വേണ്ടി ചേച്ചി അമ്മ സംസാരിച്ചിട്ടുണ്ട്, ഇനി എന്നോട് പറയാൻ പറ്റാത്ത എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. എന്നോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. എന്താണെങ്കിലും എന്നോട് പറഞ്ഞോളാൻ പറയുകയാണ് സാഗർ. സങ്കടത്തോടു കൂടിയാണ് സാഗർ അത് പറയുന്നത്. ഞാൻ ഇത്ര നാളും ജീവിച്ച ചേച്ചി അമ്മയ്ക്ക് വേണ്ടിയാണ്. ഞാൻ എൻ്റെ മക്കളോടും എൻ്റെ ഭാര്യയോടും ചേച്ചി അമ്മയെ പോലെ കാണണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് ചേച്ചിയമ്മ എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്തു എന്ന് ചോദിക്കുകയാണ്. എന്നാൽ ഇതെല്ലാം കേട്ട് സങ്കടപ്പെട്ട് ഇങ്ങനെ വിഷമം സഹിക്കാനാകാതെ ചുണ്ട് കടിച്ചു പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. സാഗറിനോടാണെങ്കിൽ ആ വലിയ സത്യം പറയാനും പറ്റില്ല. എന്ത് പറയണമെന്നറിയാതെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ് ആന്റിയമ്മ. തുടർന്ന് ആന്റിയമ്മ നല്ല ഗൗരവത്തിൽ ശക്തി ആർജിച്ച സാഗറിനോട്, എനിക്ക് ഒന്നും സംസാരിക്കാനില്ല, നിനക്ക് എന്നെ വീട്ടിൽ കൊണ്ടുവന്നാക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ വല്ല ഓട്ടോറിക്ഷ വിളിച്ച് പോയിക്കോളാം എന്ന് പറയുകയാണ്. നല്ല ഗൗരവത്തിലാണ് ആന്റിയമ്മ പറയുന്നത്. എന്നാൽ ആ മറുപടി കേട്ട് സാഗറിന് വീണ്ടും വിഷമമാവുകയാണ്. തുടർന്ന് സാഗർ വീണ്ടും ആന്റിയമ്മയോട്, വേണ്ട ചേച്ചിയമ്മ അങ്ങനെ ഓട്ടോറിക്ഷയിൽ കയറി പോകണ്ട, ഞാൻ തന്നെ ചേച്ചിയമ്മയെ വീട്ടിൽ കൊണ്ടുവന്നാക്കിക്കോളാം, ചേച്ചിയമ്മ വണ്ടിയിൽ കയറിക്കോളാൻ പറയുകയാണ്. തുടർന്ന് ചേച്ചിയമ്മ സാഗറിന് മുഖം കൊടുക്കാതെ, സാഗറിന്റെ മുഖത്ത് പോലും നോക്കാതെ നല്ല ഗൗരവത്തിൽ തലകുമ്പിട്ട് ആ കാറിന്റെ അകത്ത് കയറിയിരിക്കുകയാണ്. അത് കണ്ട് സാഗറിന് വീണ്ടും വിഷമമാവുകയാണ്. തുടർന്ന് കാണിക്കുന്ന കൃഷും കൺമണിയുമാണ്. കൺമണി കൃഷ്ണനോടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിരിക്കുകയാണ്. എന്നാൽ മറ്റുള്ളവരെ പോലെ ആന്റിയമ്മ നമ്മൾ ചതിച്ചു എന്ന് ഓർത്ത് സങ്കടപ്പെട്ടിരിക്കാതെ കൃഷി കുറച്ചും കൂടി നല്ല രീതിയിൽ ചിന്തിച്ചെടുക്കുകയാണ്. എന്തോ ഒരു ചതി പറ്റിയിട്ടുണ്ട് കൺമണി, അല്ലാതെ ആന്റിയമ്മ ഇങ്ങനെ ചെയ്യില്ല. എന്നാൽ അത് കേട്ട് കൺമണി, അതെങ്ങനെ സാറിന് പറയാൻ സാധിക്കുമെന്ന് ചോദിക്കുകയാണ്. തുടർന്ന് കൃഷി കൺമണിയോട്, നീ ഒന്ന് ചിന്തിച്ചു നോക്കിയ കൺമണി, ആന്റിയമ്മയ്ക്ക് മാനസിയോട് ഒരു ഇഷ്ടമൊക്കെയുണ്ട് എന്ന് കരുതി ആന്റിയമ്മ ഒരിക്കലും എൻ്റെ അച്ഛനെ ചതിക്കില്ല, എൻ്റെ അച്ഛനെ വിഷമിപ്പിക്കില്ല എന്ന് പറയുകയാണ്. ഇത് മാനസിയുടെ അച്ഛന് വേറെന്തോ തരികിട പണി ചെയ്തിരിക്കുകയാണ്, എന്തോ കാണിച്ച് ആന്റിയമ്മയെ പേടിപ്പിച്ചിരിക്കുകയാണ്, അല്ലാതെ ആന്റിയമ്മ ഇങ്ങനെ ചെയ്യില്ല എന്ന് പറയുകയാണ്. എന്നാൽ അതെല്ലാം കേട്ട് കൺമണി പിന്നെ കൃഷ്ണനോട് സംശയം ചോദിക്കുകയാണ്. ഒരു പക്ഷേ സാറിന്റെ അമ്മ ഇടപെട്ടിട്ടാണെങ്കിലോ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് കൃഷ്, ഒരിക്കലും ഇല്ല, സുജാത ഒരിക്കലും, എൻ്റെ അമ്മ സുജാത ഒരിക്കലും അച്ഛനെ ചതിക്കില്ല എന്ന് പറയുകയാണ്. എന്നോട് അമ്മയ്ക്ക് അല്പം ദേഷ്യമൊക്കെ കാണും, ആ പേരും പറഞ്ഞു ഒരിക്കലും അമ്മ അച്ഛന്റെ പരാജയം കാണാൻ ആഗ്രഹിക്കില്ല എന്ന് പറയുകയാണ്. അതുകൊണ്ട് ഇതിന്റെ പുറകിൽ എന്തായാലും എൻ്റെ അമ്മയ്ക്ക് ഒരു പങ്കുമില്ല എന്ന് തുറന്നടിച്ച് തന്നെ പറയുകയാണ് കൃഷ്. എന്തായാലും ഇതങ്ങനെ വിട്ടുകൂടാ, ഇതെന്താണെന്ന് എനിക്ക് കണ്ടെത്തിയേ പറ്റൂ. എൻ്റെ അച്ഛനെ വിഷമിപ്പിച്ചവരെ തിരിച്ച് എനിക്ക് നല്ല പണി കൊടുക്കണം, അതിനെനിക്ക് സത്യം എന്താണെന്ന് അറിയണം. ഞാൻ ഇപ്പോൾ അങ്ങോട്ട് വന്നാൽ അത് കൂടുതൽ പ്രശ്നമാകും, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ എന്തായാലും അങ്ങോട്ട് വരുന്നില്ല. അതുകൊണ്ട് കൺമണി എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യണം. കൺമണി ഇപ്പോൾ നേരെ പോയി ആന്റിയമ്മയെ കണ്ട് എന്താണ് കാര്യമെന്ന് ചോദിച്ചറിയണം എന്ന് പറയുകയാണ്. ഒരു പക്ഷേ ആന്റിയമ്മ എതിർക്കും, ആന്റിയമ്മ കുറെ ഒച്ചയും ബഹളമൊക്കെ വയ്ക്കും, അതൊന്നും കൺമണി കാര്യമാക്കണ്ട. തുടർന്ന് കൺമണി വീണ്ടും കൃഷ്ണനോട്, അതിന് സാഗർ സാറിനോട് പറയാത്ത കാര്യം എന്നോട് പറയുമോ എന്ന് ചോദിക്കുകയാണ്. തുടർന്ന് കൃഷ്ണ വീണ്ടും കൺമണിയോട്, എൻ്റെ അച്ഛനെ ചോദിക്കാവുന്ന ഒരു ലിമിറ്റ് ഉണ്ട്, ആന്റിയമ്മയെ വിഷമിപ്പിക്കുന്ന രീതിയിൽ എൻ്റെ അച്ഛൻ ഒരിക്കലും ആന്റിയമ്മയോട് സംസാരിക്കില്ല. എൻ്റെ ആന്റിയമ്മയെ അച്ഛൻ ഈശ്വരന്റെ സ്ഥാനത്താണ് കാണുന്നത്, അമ്മയുടെ സ്ഥാനത്താണ് കാണുന്നത്, അതുകൊണ്ട് അവരുടെ ചോദ്യങ്ങൾക്ക് ഒരു ലിമിറ്റ് ഉണ്ടാകുമെന്ന് പറയുകയാണ്. പക്ഷെ നീ അങ്ങനെയല്ലല്ലോ, നിനക്ക് ഏത് ലിമിറ്റ് വേണമെങ്കിലും ക്രോസ് ചെയ്യാം, നിനക്ക് എന്ത് വേണമെങ്കിലും വെട്ടി തുറന്ന് ചോദിക്കാം, ആന്റിയമ്മയുടെ നാവിൽ നിന്ന് ആ സത്യം എന്താണെന്ന് അറിഞ്ഞേ പറ്റൂ, അതിന് നിനക്ക് ഏതറ്റം വരെയും പോകാം, ആന്റിയമ്മയെ വേണമെങ്കിൽ നിനക്ക് രണ്ട് പൊട്ടിക്കാം, അതൊന്നും നീ വിഷയമാക്കണ്ട, സത്യം എന്താണെന്ന് അറിഞ്ഞേ പറ്റൂ, നീ ഇപ്പോൾ തന്നെ വീട്ടിൽ പോയിട്ട് ആന്റിയമ്മയെ കണ്ട് സംസാരിക്കണം എന്ന് പറയുകയാണ്. നീ ആന്റിയമ്മയെ കണ്ട് കാര്യങ്ങൾ ചോദിച്ചറിയണം, എന്നിട്ട് ആന്റിയമ്മ എന്താണോ നിന്നോട് പറയുന്നത് അത് വള്ളിപുള്ളി തെറ്റാതെ എൻ്റെ അടുത്ത് ഇന്ന് തന്നെ നീ വന്ന് പറയണം. അടിപൊളി. ഇതിന്റെ പിന്നിൽ വലിയൊരു ചതിയുണ്ട്, അവരെ ഞാൻ ജയിക്കാൻ അനുവദിക്കുകയില്ല, നീ ഇപ്പോൾ തന്നെ പോണമെന്ന് പറഞ്ഞുകൊണ്ട് കൺമണി അവിടുന്ന് പറഞ്ഞു വിടുകയാണ്. തുടർന്ന് കൃഷി ഫോൺ എടുത്തിട്ട് ആരെയോ വിളിക്കുകയാണ്, എന്തോ ഗൗരവമായ കാര്യം ഫോണിലൂടെ സംസാരിച്ച് ഫോൺ വയ്ക്കുകയാണ്. തുടർന്ന് കാണിക്കുന്നത് ദേവ്ജിയും മഹിയുമാണ്. മഹിം ദേവ്ജിയും സാഗറിന്റെയും ആന്റിയമ്മയുടെയും കാര്യം തന്നെയാണ് സംസാരിക്കുന്നത്. ആന്റിയമ്മ ഇന്ന് ഓഫീസിലേക്ക് വന്നപ്പോൾ ഞാൻ നമുക്ക് വേണ്ടി അനുകൂലമായിട്ട് എന്തെങ്കിലും പറയുമെന്നാണ് വിചാരിച്ചത്, പക്ഷെ നമ്മളാരും പ്രതീക്ഷിക്കാത്ത ആണല്ലോ സാറേ സംഭവിച്ചത്, സത്യം പറ സാറേ,
സാഗർ സാറിന്റെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. നമ്മളൊന്നും അറിയാത്ത വല്ല പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുകയാണെന്നാൽ അത് കേട്ട് ദേവ്ജി, നീ ഇത് എന്താണ് മഹി പറയുന്നത്? അവരുടെ വീട്ടിൽ ഒരു പ്രശ്നവുമില്ല. സാഗർ ആന്റി അമ്മയെ ദൈവത്തിന്റെ സ്ഥാനത്താണ് കാണുന്നത്, അമ്മയുടെ സ്ഥാനത്താണ് കാണുന്നത്. തുടർന്ന് മഹിക്ക് ചെറിയൊരു സംശയം തോന്നുകയാണ്. എങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ആന്റി അമ്മ ഇങ്ങനൊരു നിലപാടെടുത്തതെന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് ദേവ്ജി, അതിനുള്ള ഉത്തരം തൽക്കാലം എനിക്കും അറിയില്ല എന്ന് പറയുകയാണ്. എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്, അല്ലാതെ ആന്റിയമ്മ ഇങ്ങനൊരു നിലപാടെടുക്കില്ല എന്ന് പറയുകയാണ്. പക്ഷെ ഇപ്പോൾ ചിന്തിക്കേണ്ടത് മറ്റൊരാളെ കുറിച്ചാണ്, കൃഷിനെ കുറിച്ചാണ്. കൃഷിന്റെ അച്ഛനാണ് വീണ് പോയിരിക്കുന്നത്. കൃഷിന് ഇത് ഒട്ടും തന്നെ സഹിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് കൃഷി എന്തായാലും ഇതിനെതിരെ പ്രതികരിച്ചിരിക്കും. നല്ല ശക്തമായ രീതിയിൽ തന്നെ കൃഷി പ്രതികരിച്ചിരിക്കും. നമ്മളെ പോലെ തന്നെ എന്തുകൊണ്ട് ആന്റിയമ്മ ഇങ്ങനെ പറഞ്ഞു എന്നുള്ള ഒരു അന്വേഷണത്തിലായിരിക്കും കൃഷി. ഇനി ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഈശ്വരന് മാത്രമേ അറിയൂ. തുറന്നു കാണിക്കുന്ന കൺമണിയാണ്. കൺമണി സാഗർ സാറിന്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഗേറ്റ് എല്ലാം ഇന്ദുചൂടനെ പോലെ ചവിട്ടി തുറന്നുകൊണ്ട് കൺമണി വീടിനകത്തേക്ക് കയറി ചെല്ലുകയാണ്. കോളിംഗ് ബെല്ലൊന്നും അടിക്കാൻ പോകുന്നില്ല. തുറന്ന പുറത്തേക്ക് സുജാത വരികയാണ്. നീയോ വാ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് കൺമണി കുട്ടിക്കൊണ്ട് അകത്തേക്ക് ചെല്ലുകയാണ്. എന്നാൽ ഈ സമയത്ത് കൺമണി പിന്നെ സുജാതയോട് കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് മാഡത്തിന് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുകയാണ്. തുടർന്ന് സുജാത, എല്ലാം ഞാൻ അറിഞ്ഞു, എല്ലാവരും ഇവിടെയുണ്ട്, എല്ലാവരും മുറി അടച്ച് ഇങ്ങനെ ഇരിക്കുകയാണെന്ന് പറയുകയാണ്. തുടർന്ന് കൺമണി സുജാതയോട് അവിടെ ഇരിക്കുക, നമുക്കൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സുജാതയോട് കൺമണി അമ്മയ്ക്ക് ഇതിൽ വല്ല പങ്കുമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആന്റിയമ്മ ചെയ്തതിൽ അമ്മയ്ക്ക് വല്ല പങ്കുണ്ടോ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ ആ ചോദ്യം കേട്ട് സുജാതയെ ഒന്ന് ഞെട്ടി നിൽക്കുകയാണ്. നീ ഇതെന്താണ് കൺമണി ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? തുറന്ന് കൺമണി, അമ്മയ്ക്ക് എന്നോട് വിരോധം തോന്നരുത്, അമ്മയ്ക്ക് ക്രിഡ് സാറിനോട് ചെറിയൊരു നീരസമൊക്കെ ഇല്ലേ? ജയമോന്റെയും മാനസയുടെയും കമ്പനിയിലെ എല്ലാ ഷെയറും സാഗർ സാറിന്റെ പേരിലേക്ക് ആക്കിയാൽ സാഗർ സാറ് പിന്നീട് ആ ഷെയർ ക്രിഡ് സാറിന്റെ പേരിലേക്ക് മാറ്റി എഴുതുമോ എന്നൊരു പേടി അമ്മയ്ക്കുണ്ടോ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ ആ ചോദ്യം കേട്ട് സുജാത ഒന്ന് പതറുകയാണ്. നീ ഇതെന്താണ് കൺമണി ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇതിങ്ങനെ കറങ്ങി തിരിഞ്ഞ് എന്റെ തലയിൽ തന്നെ വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്ന് പറയുകയാണ്. നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എനിക്കിതിൽ യാതൊരു പങ്കുമില്ല എന്ന് പറയുകയാണ്. ഞാൻ അറിഞ്ഞുകൊണ്ടല്ല ഇങ്ങനെയൊന്നും സംഭവിച്ചത്, ഞാൻ ആന്റിയമ്മയെ ഒരു കാര്യത്തിൽ നിർബന്ധിച്ചില്ല എന്ന് പറയുകയാണ് സുജാത. ഇതും പറഞ്ഞുകൊണ്ട് സങ്കടപ്പെട്ടുകൊണ്ട് സുജാത അവിടുന്ന് പോവുകയാണ്. എന്നാൽ സുജാത പറഞ്ഞ കൺമണി വിശ്വസിക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് കൃപ വരികയാണ്. തുറന്ന് കൃപയോടും കൺമണി ഇതേക്കുറിച്ച് ചോദിക്കുകയാണ്. തുറന്ന് കൃപ, അച്ഛനും ആന്റിയമ്മയും ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. വന്ന പാടെ തന്നെ ആന്റിയമ്മയുടെ മുറിയിൽ പോയിട്ട് വാതിലടച്ചിരിക്കുകയാണ്. ആരോടൊന്നും തന്നെ മിണ്ടാതെയാണ് പോയത്. തുറന്ന കൃപയോട് കൺമണി, എങ്കിൽ പിന്നെ എനിക്കൊരു കാര്യം ചെയ്യണം, എനിക്ക് ആന്റിയമ്മയെ നേരിട്ട് കണ്ട് സംസാരിക്കണം എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് കൃപ, കൺമണി ആന്റിയമ്മയോട് സംസാരിക്കാനാണെങ്കിൽ ഞാനും കൺമണിക്കൊപ്പം വരാം എന്ന് പറയുകയാണ്. എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് സാഗർ വരികയാണ്. തുറന്ന സാഗർ പിന്നെ കൺമണിയോട് കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് മോൾ ഇപ്പോൾ ആന്റിയമ്മയെ പോയി ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് പറയുകയാണ്. എന്നോട് പറയാൻ പറ്റാത്ത എന്ത് രഹസ്യമാണ് ആന്റിയമ്മ നിന്നോട് പറയാൻ പോകുന്നതെന്ന് തിരിച്ചു ചോദിക്കുകയാണ് സാഗർ. എന്നാൽ അത് കേട്ട് കൺമണി പിന്നെ സാഗറിനോട് കൃപയോടും നിങ്ങളോട് രണ്ടുപേരോടും ഇവിടെയുള്ളവരോടൊന്നും പറയാൻ പറ്റാത്ത വലുതുമാണെങ്കിലോ എന്ന് തിരിച്ചു ചോദിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് എന്തായാലും ആന്റിയമ്മയെ നേരിട്ട് കണ്ട് സംസാരിച്ചേ പറ്റൂ. എന്നെ ഇങ്ങോട്ട് വിട്ടത് തന്നെ ക്രിഡ് സാറാണ്. ആന്റിയമ്മയോട് എത്ര കഷ്ടപ്പെട്ടിട്ടായാലും നേരിട്ട് കണ്ട് കാര്യങ്ങൾ സംസാരിച്ചറിയണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ക്രിഡ് സാർ എന്നെ ഇങ്ങോട്ട് വിട്ടത്. എന്നാൽ അത് കേട്ട് സാഗർ അതിന് സമ്മതിക്കുകയാണ്. കൺമണിയോട് ആന്റിയമ്മയെ പോയി നേരിട്ട് കണ്ട് സംസാരിച്ചോളാൻ പറയുകയാണ്. പക്ഷെ ആന്റിയമ്മ വല്ല ഒച്ചയും ബഹളം ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെ നീ കൂടുതൽ കാര്യങ്ങളൊന്നും ചോദിക്കാൻ നിൽക്കരുത്, നീ അപ്പോൾ തന്നെ മടങ്ങി വന്നോളണം എന്ന് പറഞ്ഞുകൊണ്ട് കൺമണി ആന്റിയമ്മയുടെ മുറിയിലേക്ക് പറഞ്ഞു വിടുകയാണ്. എന്നാൽ അതെല്ലാം കേട്ട് കൃപ പിന്നെ അച്ഛനോട് ആന്റിയമ്മ വല്ല അച്ഛനും ബഹളമൊക്കെ ഉണ്ടാക്കോ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് സാഗർ, എനിക്കറിയില്ല മോളെ, ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് ഓരോത്തും പിടിയും കിട്ടുന്നില്ല എന്ന് പറയുകയാണ്. തുടർന്ന് കൺമണി നേരെ ആന്റിയമ്മയുടെ മുറിയുടെ വാതിൽ കൊട്ടുകയാണ്. അങ്ങനെ കുറച്ചു നേരം കൊട്ടിയതിന് ശേഷമാണ് ആന്റിയമ്മ വന്ന് വാതിൽ തുറക്കുന്നത്. നല്ല ഗൗരവത്തിലാണ് ആന്റിയമ്മ വന്ന് വാതിൽ തുറക്കുന്നത്. തുടർന്ന് കൺമണി പിന്നെ ആന്റിയമ്മയോട് നല്ല ഗൗരവത്തിലാണ് സംസാരിക്കുന്നത്. ആന്റിയമ്മ എന്തിനാണ് ഒളിച്ചും പാത്തും ഈ മുറിക്കകത്ത് വന്നിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. ചെയ്യാവുന്നതിൽ ഏറ്റവും വലിയ ക്രൂരതയല്ലേ ഇപ്പോൾ ആന്റിയമ്മ ചെയ്തിരിക്കുന്നത്? ഇനി എന്തിനാണ് ആന്റിയമ്മ ഒളിച്ചു പാത്തിരിക്കുന്നത്? എന്നാൽ അത് കേട്ട് ആന്റിയമ്മ ഒന്നും മിണ്ടാതെ ഇങ്ങനെ വിഷമിച്ചിങ്ങനെ നിൽക്കുകയാണ്. തുടർന്ന് കൺമണി നല്ല ദേഷ്യത്തിലാണ്. ഇതൊക്കെ ചോദിക്കാൻ നീ ആരാടി എന്ന് എന്നോട് ചോദിച്ചാൽ പോലും എനിക്കൊരു പുല്ലുമില്ല. അത് കേട്ട് പേടിച്ചോടാനൊന്നും ഞാനില്ല, ഞാൻ എന്തായാലും ചോദിക്കാനുള്ളത് ചോദിച്ചിട്ടേ പോകൂ എന്ന് കലിച്ചു തുള്ളി നിൽക്കുകയാണ് കൺമണി. സാഗർ സാർ ആന്റിയമ്മയ്ക്ക് തരുന്ന സ്ഥാനം ദൈവത്തെക്കാൾ കൂടുതലാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്നിട്ടും സാഗർ സാറിനോട് ആന്റിയമ്മയ്ക്ക് എങ്ങനെ ഈ ക്രൂരത ചെയ്യാൻ തോന്നി എന്ന് ചോദിക്കുകയാണ്. എന്നാൽ ഇതെല്ലാം കേട്ട് സങ്കടം സഹിക്കാനാകാതെ ഇപ്പോൾ കരയുമെന്ന രീതിയിൽ ചുണ്ടെല്ലാം കടിച്ചു പിടിച്ച് മാറി നിൽക്കുകയാണ് ആന്റിയമ്മ. തുടർന്ന് കൺമണി മാനസയുടെ പേര് പറയുകയാണ്. എനിക്കറിയാം ആന്റിയമ്മയ്ക്ക് മാനസിയെ ഒരുപാട് ഇഷ്ടമാണ്. ഇവിടെയുള്ളവരെല്ലാം മാനസിയെ എതിർക്കുമ്പോഴും മാനസിക്ക് വേണ്ടി ന്യായീകരിച്ചിട്ടേയുള്ളൂ ആന്റിയമ്മ. എന്നാൽ മാനസയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ ആന്റിയമ്മയ്ക്ക് ഇങ്ങനെ ചൊറിഞ്ഞു വരികയാണ്. പക്ഷെ ആന്റിയമ്മ അപ്പോഴും ചുണ്ട് കടിച്ചു പിടിച്ച് ഇങ്ങനെ മൗനത്തിലാണ്. അന്നല്ല മാനസിക്ക് വേണ്ടി ന്യായീകരിക്കുമ്പോൾ ആന്റിയമ്മ പറഞ്ഞിരുന്നത് മാനസ സ്വന്തം മകളെ പോലെയാണെന്നാണ്.
എന്നാൽ ഈ സമയത്ത് ആന്റിയമ്മ മാനസിയെ കുറിച്ച് പച്ചത്തെറിയാണ് മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തുറന്ന് കൺമണി, അതിൽ തെറ്റൊന്നുമില്ല. മാനസ എന്ന ഡ്യൂപ്ലിക്കേറ്റ് മകൾക്ക് വേണ്ടി സ്വന്തം കുടുംബത്തിലെ എല്ലാവരും ഇങ്ങനെ പച്ചയ്ക്ക് കൊല്ലണമായിരുന്നോ എന്ന് തിരിച്ചു ചോദിക്കുകയാണ്. തുടർന്ന് ആന്റിയമ്മ മൗനം വെടിയുകയാണ്. ആന്റിയമ്മ നല്ല വിഷമത്തോടുകൂടി, നിങ്ങൾക്ക് ആർക്കും ഒന്നും പറഞ്ഞാൽ മനസ്സിലാകില്ല. ഞാൻ അനുഭവിക്കുന്ന ഈ വേദന നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല. മോള് പോയിക്കോ. എന്നാൽ അത് കേട്ട് കൺമണിക്ക് നല്ല ദേഷ്യം വരികയാണ്. അങ്ങനെ എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ നോക്കണ്ട, ഞാൻ ഇവിടുന്ന് പോകുന്നില്ല. സത്യം എന്താണെന്ന് അറിഞ്ഞിട്ടേ ഞാൻ പോകുന്നുള്ളൂ. ഇന്ന് വീണ വീഴ്ചയിൽ നിന്ന് ഇങ്ങീ കുടുംബം കരകയറുമെന്ന് ആന്റിയമ്മയ്ക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. സാഗർ സാറിന് പഴയ പോലെയാകാൻ പറ്റുമോ എന്ന് തിരിച്ചു ചോദിക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് ആന്റിയമ്മ മുഖം തിരിച്ചിങ്ങനെ കരയുകയാണ്. ക്രിഡ്സാർ ഈ വീട്ടിൽ നിന്ന് പോയതോടുകൂടി ഈ വീട്ടിൽ സംഭവിച്ച മാറ്റം എന്താണെന്ന് നേരിട്ട് അറിയുന്ന ഒരാളാണ് ഞാൻ. സ്വർഗത്തിന് മേലെയുള്ള ഈ വീട് ഇപ്പോൾ നരകത്തിന് താഴെയായി മാറിയിരിക്കുകയാണ്. തുറന്ന് ആന്റിയമ്മ ഒന്ന് കരഞ്ഞുകൊണ്ട്, നീ കരുതുന്ന പോലെ അനിയൻകുട്ടനെ ദ്രോഹിക്കാൻ വേണ്ടിയല്ല ഞാൻ ഇങ്ങനെയൊന്നും ചെയ്തത്. എന്നാൽ അത് കേട്ട് കൺമണി, അത് കൊള്ളാലോ, അതെനിക്ക് മനസ്സിലായാല് എന്തുട്ടാണ് ഈ പറയുന്നത് തിരിച്ചു ചോദിക്കുകയാണ് കൺമണി. ഞാൻ അനുഭവിക്കുന്ന വേദന എന്തെന്ന് നിനക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല എന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ട് ആന്റിയമ്മ അവിടുന്ന് മാറി നിൽക്കുകയാണ്. എന്നാൽ ഇതെല്ലാം കേട്ട് കൺമണിക്ക് ഒന്നും തന്നെ മനസ്സിലാകുന്നില്ല. ഇത് എന്ത് തേങ്ങയാണ് അവിടെ സംഭവിക്കുന്നത്. തുറന്ന് കൺമണി വീണ്ടും ആന്റിയമ്മയുടെ അടുത്ത് വന്നിട്ട്, ആന്റിയമ്മ എന്തിനാണ് വേദനിക്കുന്നത്? വേദനിക്കേണ്ടത് സാഗർ സാറല്ലേ. ഇത് അലിഗയിലെ കുറച്ച് ഷെയറിന്റെ പ്രശ്നമല്ല, ജന്മബന്ധമാണ് ആന്റിയമ്മ വേണ്ടെന്ന് വെച്ചത്. ഞാൻ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ പോലും ആന്റിയമ്മയെ ബുദ്ധിമുട്ടിക്കണ്ട എന്നാണ് സാഗർ സാർ എന്നോട് പറഞ്ഞത്. എന്നാൽ അത് കേട്ട് ആന്റിയമ്മ കണ്ണെല്ലാം തള്ളി കണ്ണ് നിറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. എന്റെ സാഗറിന് എന്നോട് ഇത്രയ്ക്ക് ഇഷ്ടമാണോ എന്ന രീതിയിൽ എന്നെ ആന്റിയമ്മ കഴുത്തിന് പിടിച്ച് കൂത്തി പുറത്താക്കിയോ എനിക്കൊരു ചുക്കുമില്ല. പക്ഷേ ആന്റിയമ്മയുടെ യഥാർത്ഥ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. മാനസിക്കും മാനസിയുടെ അച്ഛനും ആന്റിയമ്മ എന്ത് വാഗ്ദാനമാണ് കൊടുത്തത്? എന്ത് വാക്കാണ് കൊടുത്തത്? അലിക ഇല്ലാതാക്കാമെന്നോ അതോ ഈ കുടുംബം തന്നെ ഇല്ലാതാക്കാമെന്നോ ആണോ ആന്റിയമ്മ അവർക്ക് വാക്ക് കൊടുത്തതെന്ന് ചോദിക്കുകയാണ് കൺമണി. ഇപ്പോൾ ഈ കുടുംബത്തെ ചതിച്ചിരിക്കുന്ന ആന്റിയമ്മയാണ്. പറ ആന്റിയമ്മേ, സാഗർ സാറിനെ കാട്ടും വലുതാണോ ആന്റിയമ്മയ്ക്ക് മാനസിയും മാനസിയുടെ അച്ഛനും? എന്നാൽ അതെല്ലാം കേട്ട് പതറി നിൽക്കുകയാണ് ആന്റിയമ്മ. ഇപ്പോൾ സത്യം പറയുമെന്ന രീതിയിലാണ് ആന്റിയമ്മ നിൽക്കുന്നത്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്.